വീട്ടിലെന്നും ഈ ഹോംവർക്ക് ചെയ്യുന്ന കാര്യമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. കുട്ടികളുടെ കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല. രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് വീണ്ടും ട്യൂഷൻ, അത് കഴിഞ്ഞിട്ട് ഹോംവർക്ക്, അസൈൻമെന്റ്, പ്രോജക്റ്റ്. ഈ ഒരു അക്കാഡമിക് സൈക്കിൾ അല്ലാതെ കുട്ടികൾ പുറത്തു പോയി കളിക്കുന്നതോ പണ്ടത്തെ പോലെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നതോ ഒരു ഫ്രീ പ്ലേ എൻവയോൺമെന്റ് കുട്ടികൾക്കില്ല. ഇനി അഥവാ നമ്മൾ പ്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും പോകുന്നതും അതൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഫുട്ബോൾ കോച്ചിങ്, ടെന്നീസ് കോച്ചിങ്, കരാട്ടെ, കുംഫു, കളരി എന്ത് വേണ്ട എല്ലാ കാര്യവും ഒരു അക്കാഡമിക് രീതിയിലും ഒരു കോമ്പറ്റീഷൻ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് മോണ്ടിസറി ഡിഫറെൻ്റ് ആവുന്നത്. എങ്ങനെയാണ് ട്രഡീഷണൽ സ്കൂളിങ്ങും മോണ്ടിസറിയും ഡിഫറെൻ്റ് ആവുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ട്രഡീഷണൽ സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കണ്ടതുപോലെ തന്നെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു, നമ്മളെല്ലാവരും ഒരു റോ ആയിട്ടിരിക്കുന്നു. ടീച്ചർ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ്, അക്കാഡമിക് രീതിയിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരുന്നു. ഇവിടെ ഒരു ഇൻപുട്ടോ അല്ലെങ്കിൽ ഡൗട്ട്സ് ചോദിച്ചാൽ ആ ഒരു കാര്യം മാത്രം വ്യക്തമായി പോകുന്നു. എന്താണ് പറയുന്ന കാര്യമെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനോ ഒന്നും തന്നെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ മോണ്ടിസറി വേ ഓഫ് മെത്തേഡ്സിൽ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്താണ് ഓരോ കാര്യം പഠിക്കുന്നത്. അതായത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. പല ഏരിയാസ് ആയിട്ട് മോണ്ടിസറി വേ ഓഫ് എഡ്യൂക്കേഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ ലൈഫ്, മാത്തമാറ്റിക്സ്, അതുപോലെ ലാംഗ്വേജ്, സെൻസോറിയൽ ആൻഡ് കൾച്ചറൽ. അപ്പോൾ ഈ രീതിയിൽ പോകുന്നതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, റിയൽ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ തിയറീസ് ആയിക്കോട്ടെ കോംപ്ലക്സിറ്റീസ് ആയിക്കോട്ടെ യൂസ് ചെയ്യുന്നതെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കുകയാണ്. നമ്മൾ പലർക്കും മനസ്സിലാവാതെ പ്ലേസ് വാല്യൂ സിസ്റ്റം എന്താണെന്ന് ഒരു 6 വയസ്സ് കുട്ടി പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. കമ്പയർഡ് ടു ഒരു ട്രഡീഷണൽ സ്കൂളിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഹൈസ്കൂളറിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർ ഒരു വിഷ്വലൈസേഷനാണ് നമ്മുടെ മോണ്ടിസറി രീതിയിൽ പോകുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ മോണ്ടിസറി മെറ്റീരിയൽസ് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക. പിങ്ക് ടവർ ആയിക്കോട്ടെ, റെഡ് റോഡ്സ് ആയിക്കോട്ടെ, ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും കുട്ടികളുടെ സെൻസോറിയൽ പെർസെപ്ഷനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അവരെ ടച്ചിലൂടെ ആയാലും വെയിറ്റിലൂടെ ആണെങ്കിലും അവരുടെ 9 സെൻസസിനെ ഓപ്പൺ ആക്കിയിട്ടാണ് മോണ്ടിസറി മെറ്റീരിയൽ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മുടെ ട്രഡീഷണൽ സ്കൂളിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ കരിക്കുലം കംപ്ലീറ്റ് ചെയ്യുക എന്നൊട്ട് ഒരു റേസിലാണ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ. എക്സാംസ് നടത്തുന്നു, മാർക്ക് വാങ്ങിക്കുന്നു, പോകുന്നു. ബട്ട് പ്രോപ്പർ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ അറിയില്ല. ബട്ട് അതേസമയം എക്സാംസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതൊരു ഓവർ ഫ്രീഡം അല്ലേ, കുട്ടികൾക്ക് ഭാവിയിൽ എന്തുണ്ടാവും, ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് വരാം. മോണ്ടിസറി രീതിയിൽ പഠിക്കുകയാണ്, കാരണം ഇറ്റ്സ് സംതിങ് ഭയങ്കര അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് മോണ്ടിസറി വേ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനുണ്ട്, ഭാവിയിൽ ഇവർക്ക് ജോലി കിട്ടുമോ, ഇങ്ങനത്തെയൊക്കെ ഒരു ടെൻഷനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ നാച്ചുറലായിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഡെവലപ്പായി വന്നാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് അതിൽ എക്സൽ ചെയ്യാനും പറ്റും. അതേസമയം നമ്മളൊരു റണ്ണിങ് റേസിൽ പോയി കുറേ അടിച്ച് വാരി പഠിച്ചു കഴിഞ്ഞാൽ തല്ലിപ്പഴിപ്പിക്കുക എന്നൊക്കെ പറയും അല്ലേ, ആ ഒരു രീതിയിൽ പോയി കഴിയുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഔട്ട്കം തീർച്ചയായിട്ടും നമ്മൾ ഹൈയിലിതാവും. പക്ഷേ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയും എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഫ്രണ്ടിലോട്ട് വരാമെന്ന് നമുക്ക് മനസ്സിലാകാതെയും പോകും. മോണ്ടിസറി വേ ഓഫ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കൂടുതലും ഡയറക്ടേഴ്സ് ആണ്. അവരെ ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ളൊരു പ്ലേസ് ഉണ്ട്. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മളൊന്ന് ആലോചിക്കും, ട്രഡീഷണൽ സ്കൂളിലാണെങ്കിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ മാത്സ് ക്ലാസ് ആണ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കം വന്നിരിക്കുന്ന സമയത്തായിരിക്കും മാത്സ് ടീച്ചർ വരുന്നത്. നമുക്ക് പഠിക്കാൻ തീരെ താല്പര്യം കാണില്ല, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആ സമയത്ത് ഒട്ടും വർക്ക് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ആ സബ്ജക്റ്റ് പഠിക്കേണ്ടി വരികയാണ്. ബട്ട് ഇൻ മോണ്ടിസറി വേയിൽ എന്ന് പറയുമ്പോൾ ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ് ആണ്. 5 ഏരിയാസും ഡിസൈൻ ചെയ്തിട്ട് 5 ഏരിയാസും പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിലാണ്, പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റിലാണ് കുട്ടികൾ കൊണ്ടുവരുന്നതും. അതിൽ നിന്ന് കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും കുട്ടിക്കിപ്പോൾ മാത്ത് പഠിക്കാൻ തോന്നുകയാണ്, മാത്സിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്യാനും അവർക്ക് അത് തന്നെ വെച്ച് മെറ്റീരിയൽ വെച്ച് തന്നെ പഠിക്കാനും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനും അവരുടെ പേസ് അനുസരിച്ച് അവർക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതൊരിക്കലും നമുക്ക് ട്രഡീഷണൽ സൈഡിലോട്ട് പോയി
കഴിഞ്ഞാൽ പറ്റില്ല. ആൻഡ് എഗെയിൻ ഇവരുടെ ഈ ഫ്രീഡം വിത്തിൻ ലിമിറ്റ്സ് അതോടുകൂടി തന്നെ ഫ്രീഡം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒന്നിനോടും ഒരു മത്സരമുള്ള രീതിനേക്കാളും ഉപരി പ്രോപ്പറായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി ക്രിട്ടിക്കൽ തിങ്കിങ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസും എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ബേസിക്കായിട്ട് പറഞ്ഞു വരുന്നത് മോണ്ടിസറി ഫിലോസഫി അനുസരിച്ച് റെസ്പെക്ട് ദി ചൈൽഡ്, ഗൈഡ് ആൻഡ് നോട്ട് ഫോഴ്സ് എനിത്തിങ് ഉണ്ട്. ആ ഒരു രീതിയിൽ ഹാപ്പി ആയിട്ട് പോവുക. നല്ലൊരു രീതിയിൽ നമ്മുടെ കുട്ടികൾ വളർന്നു വരട്ടെ.